എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. തീരെ ചെറിയ വീഡിയോ ആണ്. കാരണം നമ്മൾ 2 ദിവസമായി നമ്മുടെ ചാനൽ എവിടെയോ ഫ്രീസായി പോയ പോലത്തെ ഒരവസ്ഥയിലിരിക്കുകയാണ്. അതായത് വീഡിയോ ഇട്ടിട്ടും ഒരു ഓട്ടം ഉണ്ടായിരുന്നില്ല. 2 ദിവസത്തേന്ന് തോന്നുന്നു, 2-3 ദിവസത്തെ മാത്രം. അപ്പോൾ അത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് ഇതും ഇടുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ട്. ഇങ്ങനെ പോകുമോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്നാലും നമ്മൾ അതുകൊണ്ടിട്ട് ഞാനപ്പോൾ ഒരു ചെറിയ വീഡിയോ ആക്കി ഇടാമെന്ന് കരുതിയിട്ടാ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഇത് കൊച്ചിന് കൊണ്ടുപോകാനായിട്ടാണ് സ്കൂളിൽ ഒരു ദിവസമെങ്കിലും റൈസ് കൊണ്ടുപോകണമെന്നുള്ളൊരാഗ്രഹം പറഞ്ഞു. അപ്പോൾ ഇന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കുറച്ച് ദിവസമായി എന്നോട് പറയണത് ഇങ്ങനെ റൈസ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ചിക്കനൊന്നും വേണ്ട, വെറുതെ റൈസായിട്ടും കൊണ്ടുപോയാൽ മതി. അപ്പം അതിൻ്റെ ഒപ്പം വേറെ എന്തെങ്കിലും കറി മതി എന്ന് പറഞ്ഞ്. അപ്പം ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വേണമല്ലോ, എപ്പോഴും സ്കൂളിൽ നിന്ന് തന്നെയാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ആയിക്കോട്ടെ. അപ്പം എൻ്റെ കയ്യിൽ കുറച്ചൊരു കൈമ റൈസ് കുറച്ചുണ്ടായിരുന്നു. അതായത് ഒരാൾക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇവനായതുകൊണ്ടിട്ട് അതിൻ്റെ പകുതി എടുത്തോളൂ ഞാൻ. അപ്പോൾ അത് വെച്ച് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അത് വെറുതെ ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് നമ്മൾ സാധാ റൈസ് വെക്കണ പോലെ തന്നെ വെച്ച്, എന്നിട്ട് അപ്പം അതിൻ്റെ ഒപ്പം തലേ ദിവസം കക്കറച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കക്കറച്ചിയുടെ ഇവൻ കഴിക്കാതെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊന്നും കൂടി വെളിച്ചെണ്ണയിലിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഒന്നും കൂടി മൊരിച്ചെടുത്തിട്ട് ഇതിൽ വെച്ച്. അപ്പോൾ ഇത് റൈസിനാവുമ്പോൾ അത് കുഴപ്പമില്ലല്ലോ. അപ്പം ഞാനത് അങ്ങനെ കൊടുത്ത്, പിന്നെ അതിൻ്റെ ഒപ്പം ഒരു കച്ചമ്പറും കൂടി, അതായത് തൈരൊക്കെ ഇട്ടിട്ട് വെറുതെ കച്ചമ്പർ എന്ന് പറയാം പാകത്തിനല്ലേ, ഇവർക്ക് വലിയ മുളകൊന്നും ഇടണ്ട, വെറുതെ ഒന്ന് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തു വിടേണ്ട ചെയ്തത്. അപ്പം അതാണ് ഇന്ന് ഉച്ചക്കലത്തേക്ക് കൊച്ചിന് കൊടുത്തു വിട്ടത്. അപ്പം അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ചായ കുടി എന്ന് പറഞ്ഞാൽ ഇന്ന് ഗോതമ്പിൻ്റെ പുട്ടും ചെറുപയറുമാണ്. കാരണം ഇത് ചെറുപയർ ഞാനേ കൂട്ടുള്ളൂ, ചേട്ടനൊന്നും ഇഷ്ടമല്ല. അപ്പം ഇന്ന് വെളുപ്പിനെ ജോലിക്ക് പോയത് കൊണ്ടിട്ട് അവിടെ നിന്ന് കഴിക്കും, അവിടെ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കരുതി എന്നാൽ ചെറുപയർ വെക്കാം. അപ്പം ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണ് ഈ ചെറുപയർ ഞാൻ മേടിച്ച് വെച്ചേണത്. അല്ലെങ്കിൽ ഇവിടെ വലിയ ഓട്ടമൊന്നുമില്ല. എനിക്കിഷ്ടമാണ് ഈ ചെറുപയർ വെറുതെ പുഴുങ്ങി തേങ്ങാപ്പീരിട്ടൊക്കെ കഴിക്കണത്. അത് പണ്ടൊക്കെ വീട്ടിൽ വൈകുന്നേരം ചായക്കൊന്നും ഇല്ലാതെയൊക്കെ ഇരിക്കുമ്പോൾ അമ്മ പണ്ട് ഇങ്ങനെ ചെറുപയറിൽ തേങ്ങാപ്പീരയൊക്കെ ഇട്ട് പുഴുങ്ങി തരുന്നൊക്കെ. അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഈ ഓയിലി മാത്രമേ കുറേ കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് ഇടയ്ക്ക് ആവിയിൽ വേവിച്ചതൊക്കെ വേണമെന്നൊക്കെ തോന്നും. കാരണം ഈ കൊളസ്ട്രോളൊക്കെ കൂടിയാലാന്ന് മേടിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് ഇതേമാരെയൊക്കെ ഗോതമ്പ് പുട്ടും അതിൻ്റെ ഒപ്പം ചെറുപയർ വെറുതെ പുഴുങ്ങിയൊക്കെ തിന്നാറുണ്ട് കേട്ടോ. അപ്പം അതായിരുന്നു ഇന്നത്തേത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ എൻ്റെ മിഷീനൊക്കെ ആകെ അലങ്കോലമായി കിടക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൈ കിട്ടണത് എല്ലാവരും കൊണ്ടുവന്ന് സ്ഥാപിക്കണത് എൻ്റെ മിഷയത്തുമ്മയാണ്. അതായത് ഫോൺ ചാർജർ, കണ്ണട, എന്ത് വേണം എല്ലാ ഈ ലോകത്തുള്ള സകലമാന ജംഗമ വസ്തുക്കളൊക്കെ കൊണ്ടുവന്ന് എൻ്റെ മിഷയത്തുമ്മയായിട്ട് ഇവിടെ സ്ഥാപിക്കണം. അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസം 2-3 ദിവസമായി. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് അപ്പോൾ പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഒന്ന് തുടച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചൊക്കെ ഇടാമെന്ന് കരുതി അങ്ങനെ. അപ്പോൾ എല്ലാ സാധനങ്ങളും മാറ്റി. പക്ഷെ അതിട്ട് മാറ്റി ഇത് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ വൈകുന്നേരം തന്നെ അവിടെ എല്ലാ സാധനങ്ങളും പഴയതുപോലെ തന്നെ തിരിച്ചെത്തിയിട്ടാണ്. ഇവിടെ അങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്താലും അത് പഴയതുപോലെ തന്നെ ആവും. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ എന്താണ് നങ്ക്, വേറെ എവിടെയൊക്കെ എന്തൊക്കെയാണ് പറയണതെന്ന് അറിയില്ല കേട്ടോ. ഇത് ഞങ്ങൾ ഇവിടെ നങ്ക് എന്നാണ് പറയണത്. അപ്പം അതാണിന്ന് നമുക്ക് കറിക്ക് കിട്ടിയത്. അപ്പം ഇത് കടയിൽ നിന്ന് തന്നെ തോലൊക്കെ പൊളിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ മെനക്കേട് പണിയുണ്ടായിരുന്നില്ല. നല്ല വലിയ നങ്കാണ് കേട്ടോ. അപ്പം അത് 2-3 ഒക്കെ ആക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് 2-3 കഷ്ണം വറക്കുകയും ചെയ്യാം, പിന്നെ കറിയും വെക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാനപ്പോൾ അങ്ങനെ രണ്ടും തരം തിരിച്ചെടുത്തേട്ടാ. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ വേറെ കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ചെറുപയർ, പിന്നെ ഒരു പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചെറുപയറും കഞ്ഞിയും പാവയ്ക്കയും കൂടി വെച്ചത്. പാവയ്ക്കയും ഈ പറഞ്ഞ കൂട്ട് അത് എനിക്ക് മാത്രം മേടിക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പാവയ്ക്കയൊക്കെ വാട്ടി കഴിക്കുന്നത് കേട്ടോ. അപ്പം അതും
അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ കറി. അപ്പോൾ അതുകൊണ്ടിട്ട് വലിയ കറി ഇല്ലാത്തതുകൊണ്ട് ഉച്ചക്കലത്തെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രി കറണ്ട് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക കേട്ടോ.